പിണറായി കായലോട് സദാചാര അധിക്ഷേപത്തെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ആൺസുഹൃത്തായ മയിൽ സ്വദേശി റഹീസിന്റെ മൊഴിയാണ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയത്. തലശ്ശേരി ACPയുടെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. യുവാവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 2 പേരെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട്. 3 ബൈക്കുകളിലായി കായലോടെത്തിയ 5-അംഗ സംഘം മർദ്ദിച്ചുവെന്നും തന്റെ 3 ഫോണുകൾ തട്ടിയെടുത്ത് ഭീഷണിപ്പെടുത്തിയെന്നും യുവാവ് മൊഴി നൽകി. തുടർന്ന് ബൈക്കിൽ നിർബന്ധിച്ചു കയറ്റി സമീപത്തെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയി ചവിട്ടുകയും മർദ്ദിക്കുകയുമായിരുന്നു. മണിക്കൂറുകളോളം തന്നെ തടഞ്ഞുവെച്ച് ആൾക്കൂട്ട വിചാരണ നടത്തി. യുവാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഉടൻ തന്നെ പ്രതികൾക്കെതിരെ പോലീസ് പ്രേരണാകുറ്റത്തിനും ആൾക്കൂട്ട വിചാരണ, മർദ്ദനം, പിടിച്ചുപറി ഉൾപ്പെടെ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തു. യുവതിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാമിലൂടെയാണെന്ന് റഹീസ് വെളിപ്പെടുത്തി. സാമ്പത്തിക ഇടപാടുണ്ടായിട്ടില്ലെന്നും താൻ യുവതിയെ ഭീഷണിപ്പെടുത്തിയിട്ടില്ലെന്നും വ്യക്തമാക്കിയ റഹീസ് മരിച്ച യുവതിയുടെ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ തള്ളുകയും ചെയ്തു. യുവതിയുടെ മരണശേഷം കാണാതായ സുഹൃത്ത് റഹീസ് ഇന്ന് പുലർച്ചെ പിണറായി പോലീസ് സ്റ്റേഷനിൽ ഹാജരാവുകയായിരുന്നു. അതിനിടെ SDPI പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കിയെന്നാരോപിച്ച് SDPI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിണറായി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. അതേസമയം റഹീസിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം രംഗത്തെത്തി. റഹീസ് യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാരോപിച്ച് യുവതിയുടെ അമ്മ പോലീസിൽ പരാതി നൽകി. ലൈംഗിക പീഡനം നടത്തി, പിന്നീട് അതിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. യുവതിയുടെ 20 പവൻ സ്വർണവും 1.5 ലക്ഷം രൂപയും കൈക്കലാക്കി. ഇതേ തുടർന്ന് റസീന ഒരു തവണ ജീവനൊടുക്കാൻ ശ്രമം നടത്തിയെന്നും യുവതിയുടെ അമ്മ ഫാത്തിമ DGPക്കും മുഖ്യമന്ത്രിക്കും നൽകിയ പരാതിയിൽ പറയുന്നു. സി മലയാളം ന്യൂസ്, കണ്ണൂർ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.